ഹലോ ഹായ്. ഇന്ന് പുതിയൊരു മൂവിയുടെ റിവ്യൂ ആണ് കേട്ടോ. കുറേ ദിവസങ്ങളായി മൂവി ഇറങ്ങിയിട്ട് നമുക്ക് കാണാൻ നേരത്തെ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചതാണ്. ഞാനൊരു റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ തിരുവനന്തപുരത്താണ് ഉള്ളത്. തിരുവനന്തപുരത്ത് IFFK നടക്കുന്നുണ്ട്. എല്ലാ തിയേറ്ററിലും ഷോ ഇല്ല, വളരെ ദൂരെയാണ് ഷോ ഉള്ളത്. അതും എന്താ പറയുക, ഈ ഈവനിങ് ഒക്കെ വളരെ ഷോ കുറവായിരുന്നു. പിന്നെ 2 ഷോയ്ക്ക് നമ്മൾ പോയി. ഒരിടത്ത് പേയാടൊരു തിയേറ്ററിൽ ചെന്നപ്പോൾ അവിടെ അന്ന് ആളില്ലാത്തതുകൊണ്ട് ഷോ ഇല്ല. അവിടെ നിന്ന് ഗ്രീൻഫീൽഡിൽ പോയി. അവിടെയും ഗ്രീൻഫീൽഡ് എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടം അടുത്താണ് അല്ലേ, ശ്രീകാര്യം ക്യാമ്പസിലേക്ക്. അവിടെ ചെന്നപ്പം ശ്രീകാര്യമല്ല, കഴക്കൂട്ടം അവിടെ ചെന്നപ്പോഴും ഒരു ദിവസം രാവിലെ രാത്രിയിൽ ആളില്ലാത്തതുകൊണ്ട് ചീന ട്രോഫി കളിച്ചില്ല. പിന്നെ ഇന്നലെയാണ് ലുലു മാളിൽ പോയി സിനിമ കണ്ടത്. അതുകൊണ്ട് സോറി, എന്താ പറയുക, കുറച്ച് ലേറ്റ് ആയിപ്പോയില്ലേ. ഒട്ടും പ്രതീക്ഷയില്ലാതാണ് പോയത്. എന്താ പറയുക, കണ്ടൻറ്റ് കൊള്ളാം അല്ലേ. പിന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയത്, നമ്മൾ മറ്റുള്ള സിനിമകൾ നിന്ന് ഒത്തിരി വ്യത്യാസമായിട്ടാണ് എനിക്ക് ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലുള്ള സിനിമകളും വേണം. ബിഗ് ബഡ്ജറ്റും വേണം, ലോ ബഡ്ജറ്റും വേണം അല്ലേ, എന്നാലേ ഇൻഡസ്ട്രി ഉള്ളല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സയൻസ് ഫിക്ഷൻ മൂവീസ് വരണം, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ട്വിസ്റ്റിട്ട് കഥ എഴുതി കൊണ്ടുവരണ്ടല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു 2.5 മണിക്കൂർ കുറച്ച് നേരം ഇരുന്ന് ചിരിക്കാൻ പറ്റിയ ഒരു കണ്ടന്റാണത്. അത് മാത്രമേ പറയുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യമുള്ളൂ. വലിയ പ്രതീക്ഷയോടെ അല്ല ചീന ട്രോഫി കാണാൻ പോയത്. പക്ഷേ ഒരാഴ്ചയോളം പടം ഓടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെന്താ പറയുക, കോമഡികൾ ഒരെണ്ണം പോലും ഫ്ലോപ്പായിട്ടില്ല, എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സന്തോഷിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റി. ഇനി നമുക്ക് റിവ്യൂയിലേക്ക് പോകാം, ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് പോകാം. അപ്പം ചീന ട്രോഫിയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ലൈഫ് പോലെ തന്നെയാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഈ പ്രശ്നങ്ങൾ കുടയും പിടിച്ചുകൊണ്ട് വരും, ഒന്നുക്ക് മേലെ ഒന്നായിട്ട്. അതായത് ഒരെണ്ണം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ആഹാ തീർന്നു എന്ന് വിചാരിക്കും ഇല്ലേ, കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ ചീന ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ ട്രോഫിയായിട്ട് പറയുന്നത്. അപ്പം ചൈനയിൽ നിന്ന് ഒരു ട്രോഫി, ഒരു പ്രശ്നം, നാട്ടിലെ പ്രശ്നം കൂടാതെ കുടയും പിടിച്ചുകൊണ്ട് വരികയാണ് അല്ലേ. നേരത്തെ കുറച്ച് സന്തോഷം കൊടുത്തു, അതിൻ്റെ പരിണിത ഫലമായിട്ടും എന്നത്തേക്കും ചുമക്കേണ്ട ഒരു ട്രോഫിയായിട്ട് ഇനി പോരുന്നു ഇല്ലേ. അപ്പം ഇവിടെ നമ്മുടെ ആലപ്പുഴയിലാണ് സിനിമ ചിത്രീകരിച്ചു പോയിരിക്കുന്നത് അല്ലേ. അപ്പം ആലപ്പുഴയിൽ വരികയാണ്. അപ്പം ഇതിനകത്ത് മുഖ്യ കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ്. രണ്ടാമതായിട്ട് ജാഫർ ഇടുക്കി, അദ്ദേഹവും ഇതിനകത്ത്. പിന്നെ ജോണി ആൻ്റണി ചേട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചൈനക്കാരി കൊച്ചും വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്താ പറയുക, നമ്മുടെ ധ്യാൻ ശ്രീനിവാസന് ഒരു പണി കൊടുക്കുന്ന ഒരു വെങ്കൊച്ചും വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പം ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ് ഇങ്ങനെ ചിത്രീകരിച്ച് പോയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കണ്ടൻറ്റ്. രണ്ടാമതായിട്ട് ഇതിൻ്റെ തിരക്കഥയിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ സിനിമ പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴയാണ്. അവിടുത്തെ കയറ് വ്യവസായം, കക്ക നീറ്റൽ, ചെമ്മീൻ കെട്ട്, ഇതൊക്കെ വളരെ കൗതുകകരമായിട്ട് നമ്മളിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, ആ ഒരു ദേശവും ആ ദേശത്തിലെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് സിനിമ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഈ കണ്ടൻറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാസ്യത്തിൽ പൊതിഞ്ഞിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത് അല്ലേ. അതിനകത്ത് തന്നെ ചില ഘടകങ്ങൾ കൊണ്ടുവന്ന് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ പ്രസൻസ്, ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, മൊബൈൽ ഷൂട്ട് ചെയ്ത് ഒരാവശ്യമില്ലാത്തുള്ള പ്രതികരണങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ, പിന്നെന്താ പറയുക, ചൈനക്കാരി കൊച്ചിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ എത്രമാത്രം വില പോകുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ 2.5 മണിക്കൂർ ഒരു സിനിമ കാണാൻ പോയി. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരക്കഥയിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കോമഡികൾ കുറേ എഴുതി കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കോമഡികളെല്ലാം അത്ര പുതിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെങ്ങും ഞാൻ അങ്ങനെ വലുതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ അത്രമാത്രം ക്ലാസിക് കോമഡികളാണ്. അതായത് സന്ദർഭം കൊണ്ടല്ല കോമഡികൾ, കൗണ്ടർ കൊണ്ടാണ് കൂടുതൽ കോമഡികൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് നമ്മുടെ ജാഫർ ഇടുക്കി ചേട്ടനാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അതായത് ഞാൻ ഈ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മിനിയുടെയൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, ധ്യാൻ ശ്രീനിവാസനും ജാഫർ ഇടുക്കിയും തമ്മിൽ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചൈനക്കാരി കൊച്ച്, ആ കൊച്ച് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, കൊള്ളാം. പിന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടും പ്രദേശത്ത്, അതായത്
നമ്മുടെ നാട്, അതായത് എസ്പെഷ്യലി ആലപ്പുഴക്കാർ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ നമുക്കിടയിലുള്ള ചില സംസാരങ്ങളും സന്ദർഭങ്ങളും നമ്മൾ, അതായത് സാധാരണക്കാരുടെ ഇടയിലുള്ള സംസാരങ്ങളും സംഭാഷണങ്ങളും ഒക്കെ കൊണ്ടാണ് അത് പോയിരിക്കുന്നത് അല്ലേ. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പച്ചയ്ക്ക് പറയും, എറിഞ്ഞു തൂറി എന്ന് പറയും. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് വയറിളക്കം വരുമ്പോൾ ഈ എറിഞ്ഞു തൂറുക എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട വാക്കൊന്നുമല്ല, കാരണം അതൊരു നാടൻ പ്രയോഗമാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ ചിരി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അവരുദ്ദേശിച്ചത്, അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ കോമഡികളും എനിക്ക് വർക്കായി, ഇതാ ഇയാൾക്കും വർക്കായി, ഞങ്ങൾ നല്ല രീതിയിൽ ചിരിച്ചു. പിന്നെ സിനിമയുടെ തിരക്കഥ കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ പറയാം. ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു 3/4 ഭാഗത്തോളം നല്ല രീതിയിൽ ചിരി ഉറപ്പ് അല്ലേ. അവസാനത്തൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങി കുറേ ഇമോഷണൽ സീനിലൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ ബോറടി ഫീൽ ചെയ്തു. അല്ലാതെ നല്ല രീതിയിൽ ഹ്യൂമർ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു എന്താണ്, അതിൽ ധ്യാനം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവരുടെ സിനിമറ്റോഗ്രഫിയും അതുപോലെ തന്നെ അതിൻ്റെ എഡിറ്റിങ്ങുമാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് പാട്ടുകളൊക്കെ നല്ല രീതിയിലുണ്ട് അല്ലേ, നല്ല പാട്ടുകൾ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമറ്റോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് അതായത് ആ ഒരു നാട്ടും പ്രദേശം, അതായത് ഞാനൊരു പേഴ്സണലായിട്ട് പിന്നീട് കാര്യമുണ്ട്, നമ്മൾ ആ ആലപ്പുഴ ആ ഒരു കയറി ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനിടയിലുള്ള അവരുടെ ആ ഒരു ചെറിയ ദേശത്ത് നമ്മൾ പെട്ടണക്കൊരു ഫീൽ നമുക്കുണ്ടായില്ലേ ഇല്ലേ. അതാണ് ഒരു സിനിമറ്റോഗ്രാഫിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് കൊണ്ടുവന്ന് ആഡ് ചെയ്തിരിക്കുന്ന കുറേ ക്ലിപ്പിങ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ കയറ് പിരിക്കുന്ന, ആ കൊച്ചിനെ കൊണ്ട് കയറ് പിരിക്കുന്നത്. പിന്നെ ഒരു സീനൊക്കെ ആവർത്തനമുണ്ട് പലപ്പോഴും പല സിനിമയാണ്. ആ ചൈനക്കാർ കൊച്ചു ഓടിപ്പോകുന്ന ഒരു സീനില്ലേ, അപ്പോൾ കിളവന്മാർ നോക്കുന്നതൊക്കെ പല സിനിമയിലും നമ്മളുണ്ട്. പക്ഷേ അതിനകത്തൊരു ചെറിയ പുതുമയൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ. അപ്പം ആ ഒരു ദേശത്തെ നല്ല രീതിയിൽ ചിത്രീകരിച്ച് ആ നാട്ടിലെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് ഉപയോഗിച്ച് നമ്മുടെ മുന്നിലേക്ക് സിനിമ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നാടൻ രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ സിനിമാറ്റോഗ്രഫി വളരെ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസന് ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂം, അതുപോലെ നമ്മുടെ ജാഫർ ഇടുക്കിയുടെ കോസ്റ്റ്യൂം, ആ നാട്ടും പ്രദേശത്തുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂം, അവരുടെ നോട്ടം, ചിരി, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈവായിട്ട് വന്നു. അപ്പം അത്രമാത്രം ബോറില്ല പടം, അതായത് കണ്ടുകൊണ്ടിരിക്കാം. അതായത് ഈ പടത്തിനെ പറ്റി കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ 150 രൂപ കൊടുത്ത് പോയിരുന്ന് സന്തോഷിച്ചിട്ട് ആ സിനിമ തീരുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ പിന്നെയും ചിലപ്പോൾ നമുക്ക് പറഞ്ഞ് ചിരിക്കാനുണ്ടാവാം, പക്ഷേ പിന്നെയും ഓർത്ത് ചിരിക്കാനോ അല്ലെങ്കിൽ ഇറങ്ങോ ആ സിനിമ ആ തിയേറ്ററിനകത്ത് ആ 2.5 മണിക്കൂർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലേ. ഇത് മാത്രമാണ് എനിക്ക് പറയാം. ആ 2.5 മണിക്കൂർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത്ര ബോറ് പടമൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ല. കാരണം ബോറ് പടമല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരാഴ്ച പടം ഓടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ നല്ല രീതിയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ റിവ്യൂവിൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ അദ്ദേഹത്തിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയപ്പോൾ മിനിയൊക്കെ പറഞ്ഞാൽ ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ 6-7 പടം ഇറങ്ങി, കുറേ പടങ്ങൾ പൊട്ടിയെന്നാണ് പറഞ്ഞല്ലേ. പക്ഷേ ഇത് അത്ര വലിയ വിജയമായെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അയാൾ ചെയ്യുന്ന വേഷങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല, അയാൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കാരണം ആ കുറേ പുതിയ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ജോണി ആൻഡി ചേട്ടനുണ്ട്, അദ്ദേഹം ഇപ്പോൾ എല്ലാ സിനിമയിലും ഉണ്ട്. ജാഫർ ഇടുക്കിയാണ് അതിനകത്ത് തകർത്ത് പോയിരിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ, അതായത് ഈ ചൈനക്കാരി കൊച്ച് പിന്നെ നമ്മുടെ ധ്യാനിൻ്റെ കൂടെ ഒരു കൂട്ടുകാരിയായിട്ട് ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ വരുന്നില്ല, ആ പെൺകൊച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ അമ്മയായിട്ട് വന്നിരിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവരുടെ അഭിനയം, അവരുടെ ഡയലോഗ് പ്രസൻറ്റേഷനൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടാമതായിട്ട് അവരുടെ അമ്മുമ്മയായിട്ട് വന്നിരിക്കുന്ന ചില ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിലും 2-3 ഭാഗത്തൊക്കെ ഹ്യൂമർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ഹ്യൂമർ പാളിപ്പെടുന്നു. ഒന്നെന്ന് പറയുന്ന പ്രസിഡന്റ് സ്ഥാനം പോയ ചെന്നിത്തലയെ പോലെയൊക്കെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ സന്ദർഭോചിതമല്ലാത്ത ഡയലോഗുകളായിട്ട് തോന്നി. അപ്പോഴും അവർ പറയുന്നുണ്ട് ആ കോമഡി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാ അമ്മു പറയുന്നുണ്ടല്ലേ. അതൊക്കെ അങ്ങനെ മേക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ട് പല സ്ഥലത്തും കേട്ടോ. കുഴപ്പമില്ല, തെറ്റു പറയാനില്ല. സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും ഒന്നും വലിയ പ്രശ്നമില്ല. അത്യാവശ്യം നല്ല രീതിയിലും നമ്മുടെ നാടൻ ഇപ്പോഴത്തെ സംസാര രീതിയും അതുപോലെ ഇപ്പോഴത്തെ കൗണ്ടറുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുഞ്ഞു സിനിമ. എന്താ പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഫാലിമി അത് വേറെ ലെവൽ സിനിമ, പക്ഷേ കുറച്ച് അതിനുശേഷം നമ്മൾ കുറച്ച് ചിരിച്ച സിനിമ ഇത് തന്നെയാണ്. ദുരന്തമൊന്നുമല്ല. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി ഒന്നുകൂടെ സിനിമ കാണണം കേട്ടോ. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയാണ്. അപ്പോൾ ഈ റിവ്യൂ ഇവിടെ നിർത്തുകയാണ്. ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ സിനിമകളും വേണം. ഭയങ്കര ബഡ്ജറ്റ് സിനിമകൾ വേണം ഇല്ലേ, ഭയങ്കര തിരക്കഥ എഴുതി ട്വിസ്റ്റും കാര്യങ്ങളും കൊണ്ടുവരുന്ന സ്റ്റോറിയുള്ള സിനിമകൾ വേണം, നോർമൽ സിനിമ വേണം, ലോ ബഡ്ജറ്റ് സിനിമകൾ വേണം ഇല്ലേ. ഓക്കെ, അപ്പം ധ്യാൻ ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് സിനിമ പോയി കാണാം, കുറച്ച് നേരം ഒന്ന് ചിരിക്കാം അല്ലേ. ഓക്കെ, താങ്ക് യു.